Welcome to my channel. അപ്പോൾ ഇന്ന് നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ്. ആരൊക്കെയോ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഒക്കെ ചോദിക്കുന്നുണ്ട്. തെർമോഡൈനാമിക്സ് ടഫാണ്, ഞങ്ങൾക്ക് അത് എടുത്തുതരുമോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അവിടെ വെച്ചിട്ട് തെർമോഡൈനാമിക്സിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ നോക്കട്ടെ, ഞാൻ ശ്രമിക്കാമെന്നേ പറയുന്നുള്ളൂ രണ്ടും ഒരുപോലെ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. എനിക്ക് എല്ലാം കൂടെ സത്യം പറഞ്ഞാൽ പറ്റണില്ല, അത് ഇതെല്ലാം കൂടി. അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. പിന്നെ ആരോ ഇന്ന് കമൻറ്റിൽ ചോദിച്ചു മാർച്ചിൽ എക്സാമാണ്, പോർഷൻസ് തീർക്കാൻ പറ്റും. ഞാൻ ട്രൈ ചെയ്യാം മാക്സിമം. പക്ഷെ ഞാൻ ഒരിക്കലും പറയാറില്ല എൻ്റെ ചാനൽ മാത്രം നിങ്ങൾ കാണണം എന്നുള്ളത്. ഈ ലെസൺ ഇതിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ വേറെ ലെസൺസ്, എനിക്കൊന്ന് യൂട്യൂബിൽ ഇപ്പോൾ കെമിസ്ട്രി ഒക്കെ ഇഷ്ടക്കണക്കിന് ചാനൽസ് ഉണ്ട്, നിറച്ച് ചാനൽസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ചാനൽസ് നോക്കിയിട്ട് വേറെ ലെസൺസും കണ്ട് പഠിക്കണം കേട്ടോ. അല്ലാതെ എന്നെ മാത്രം വിശ്വസിച്ച് എനിക്കും ടെൻഷനായിപ്പോൾ. എന്നെ മാത്രം വിശ്വസിച്ചിരുന്നാൽ ചിലപ്പോൾ പോർഷൻ തീർന്നില്ല എങ്കിലോ. ഞാനേ വളരെ സ്ലോ ആണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് പറ്റണില്ല എല്ലാം കൂടെ അങ്ങനെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാനേ. കാരണം ഞാൻ പറഞ്ഞില്ല 2 കുട്ടികളുണ്ട്, അപ്പം എല്ലാം അവർക്കും ഓൺലൈൻ ക്ലാസ് അങ്ങനെ എല്ലാം കൂടി ആകുമ്പോൾ ഞാനും കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. പക്ഷെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തീർക്കും, എൻ്റെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും അങ്ങനെ ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾ വേറെയും ചാനൽസ് ഒന്ന് കണ്ടേക്കണം ഇഷ്ടക്കണക്കിന്. കാരണം നിങ്ങളൊരു കെമിസ്ട്രിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത്രയും ചാനൽസ് ഉണ്ട് യൂട്യൂബ്സിൽ. അപ്പോൾ നിങ്ങൾ ഞാൻ എടുക്കാത്ത ലെസൺസൊക്കെ അതൊന്ന് നോക്കിയിട്ട് തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് തെർമോഡൈനാമിക്സിലെ സെക്കൻഡ് പാർട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻറ്റേർണൽ എനർജി. ഇത് ലാസ്റ്റ് 2021 ഫോക്കസ് ഏരിയയിൽ ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതെന്തായാലും ഒഴിവാക്കാൻ സാധ്യതയില്ലാത്തൊരു ഏരിയയാണ് ഇൻറ്റേർണൽ എനർജി. അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ എനർജി? ഈ വേർഡ് തന്നെ ക്ലിയർ ആണ്. എന്താണ് ഇൻറ്റേർണൽ എനർജി? എവ്രി സിസ്റ്റത്തിലും ഒരു എനർജിയുടെ എവ്രി സിസ്റ്റം പോസസ് അല്ലെങ്കിൽ എവ്രി സബ്സ്റ്റൻസ് പോസസ് ടൈപ്പ് ഓഫ് എനർജി. നിങ്ങൾ ഫിസിക്സിലും ഒക്കത്തിലും പഠിക്കുന്നത് എനർജി. സോ എവ്രി സബ്സ്റ്റൻസ് പോസസ് എ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എനർജി. അവർ ഒറിജിൻ ചെയ്യുമ്പോൾ തന്നെ അതിലുണ്ടാവും ഒരു എനർജി. ആ എനർജി തന്നെയാണ് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ എനർജി ഈസ് ദി സം ടോട്ടൽ ഓഫ് ഓൾ ദി എനർജി പൊസസ്ഡ് ബൈ എ സിസ്റ്റം. നമ്മളിവിടെ സിസ്റ്റത്തിനെ വെച്ചിട്ട് പറയുന്നത് കൊണ്ട് നമ്മൾ പറയാം ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ എല്ലാ എനർജി ഒരു സിസ്റ്റത്തിൽ എന്തൊക്കെ എനർജി ഉണ്ടാവും. ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു റിയാക്റ്റീവ്, അതായത് കെമിക്കൽ എനർജി ഉണ്ടാവും, കെമിക്കൽ ബോണ്ടിൻ്റെ എനർജി ഉണ്ടാവും, പിന്നെ അതിൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, ഇലക്ട്രോണിക് എനർജി, അങ്ങനെ പല ടൈപ്പ് ഓഫ് എനർജി ഉണ്ടാവും ഓരോ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. The sum total of all the energies of that system is called as the internal energy. അതായത് ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ ന്യൂക്ലിയർ എനർജി ഉണ്ട്, ഇലക്ട്രോണിക് എനർജി ഉണ്ട്, കെമിക്കൽ ബോണ്ട് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സം ഓഫ് ദി ട്രാൻസ്ലേഷണൽ, വൈബ്രേഷണൽ, റൊട്ടേഷണൽ, ഈ എനർജീൻ്റെയൊക്കെ സം ടോട്ടലാണ് ഈ കൈനറ്റിക് എനർജി. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഓൾ ടുഗെദർ ആയിട്ടുള്ളൊരു ടോട്ടലാണ് internal energy. So what is meant by internal energy? Internal energy is the sum total of all the energies possessed by a system, and internal energy is represented by the capital letter U ആണ്. ക്യാപിറ്റൽ ലെറ്റർ U വെച്ചിട്ടാണ് നമ്മൾ ഇന്റേണൽ എനർജി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇന്റേണൽ എനർജി ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി ആവാം കേട്ടോ. ഇനി നമുക്ക് ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം, ഞാൻ പറഞ്ഞു ഒരു സിസ്റ്റത്തിൽ പല ടൈപ്പ് ഓഫ് എനർജീസ് ഉണ്ട്, കെമിക്കൽ, പൊട്ടൻഷ്യൽ. ബട്ട് ആക്യുറേറ്റ് ആയിട്ട് ഇതിൽ ഇതാണ് ഇത്ര എമൗണ്ട് ഓഫ് എനർജി ആണെന്ന് കണ്ടുപിടിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ബിക്കോസ് സം എനർജീസ് കനോട്ട് ബി ഡിറ്റർമിൻ ഡയറക്റ്റ്ലി. ചില എനർജീസ് ഒന്നും നമുക്ക് അങ്ങനെ ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആക്യുറേറ്റ് ആയിട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻസ് ദാറ്റ് വി കനോട്ട് കാൽക്കുലേറ്റ് ഇൻറ്റേർണൽ എനർജി. അതല്ല, ആക്യുറേറ്റ് ആയിട്ട് ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ പറ്റാത്ത കാര്യം. ബിക്കോസ് ദർ ആർ മെനി ക്വാണ്ടിറ്റീസ് വിച്ച് വി കനോട്ട് മെഷർ. അപ്പോൾ എന്ത് പറ്റും? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ് നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുക. ഇങ്ങനെ ഇൻറ്റേർണൽ എനർജിയിൽ വരുന്ന ചേഞ്ചാണ് നമ്മൾ യൂഷ്വലി കണ്ടുപിടിക്കാറ്. പിന്നെ യൂണിറ്റ് ഓഫ് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ജൂൾസ് അല്ലെങ്കിൽ എർക്സ് ആണ്. 1 ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർക്സ് ആണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു ഇൻറ്റേർണൽ എനർജി ആക്യുറേറ്റ് ആയിട്ടല്ല നമ്മൾ, അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ആക്യുറേറ്റ് നമ്മൾ കണ്ടുപിടിക്കില്ല, നമ്മൾ അവരുടെ ചേഞ്ചാണ് എപ്പോഴും കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കുക. ഇതിപ്പോൾ ഒരു സിസ്റ്റമാണ്, സിസ്റ്റം എ. ഓക്കെ, ആൻഡ് ഈ സിസ്റ്റം ഒരു സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ ഓർമ്മയുണ്ടോ? സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ഇസ് ദ കണ്ടീഷൻ ഓഫ് ദ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ ആ ടെമ്പറേച്ചർ, ആ പ്രഷറിൽ അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്താണ് അതിൻ്റെ അപ്പത്തൊരു നേച്ചർ, അതാണ് ആ സിസ്റ്റത്തിൻ്റെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് വേരിയബിൾസ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം. അപ്പം എ എന്ന് പറഞ്ഞ സിസ്റ്റത്തിന് ടി എന്ന് പറഞ്ഞൊരു ടെമ്പറേച്ചർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ
ഒരു ഇൻറ്റേർണൽ എനർജിയിൽ ചേഞ്ച് വരുത്തിച്ചു. നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചറോ വോളിയമോ പ്രഷറോ എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് മാറിയിട്ട് ഇറ്റ് വിൽ ചേഞ്ച് ഇൻ ടു എ ന്യൂ സിസ്റ്റം അല്ലേ. ആ സിസ്റ്റം മാറി. ഈ എ എന്ന് പറഞ്ഞ സിസ്റ്റത്തിന് ഒരു ടി എ എന്ന് പറഞ്ഞ ടെമ്പറേച്ചറും പി എ എന്ന് പറഞ്ഞ പ്രഷറും വി എ എന്ന് പറഞ്ഞ വോളിയം ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് വന്നാൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റവും മാറി. അപ്പോൾ ഇത് ഏത് സിസ്റ്റമായി? സിസ്റ്റം ബി എന്ന് പറയാം. അതിൻ്റെ ന്യൂ ടെമ്പറേച്ചർ ടി ബി എന്നും പ്രഷർ പി ബി എന്നും വോളിയം വി ബി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഇത് U1ഉം ഇത് U2 ആണെന്ന് വിചാരിക്കുക. യു എ ഓർ യു ബി എന്തോ ആയിക്കോട്ടെ. ദെൻ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈസ് ഗിവൺ ബൈ U2 മൈനസ് U1. ഇവിടെ ഉണ്ടായ ഇൻറ്റേർണൽ എനർജിയിൽ എന്ത് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ഓഫ് ദി ഫൈനൽ ഇൻറ്റേർണൽ എനർജി വിത്ത് ദി ഇനീഷ്യൽ ഇൻറ്റേർണൽ എനർജി. ഇനിയിപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുക. എ ഗിവ്സ് സി. ഈ ഒരു സിസ്റ്റത്തിന് ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് ഇൻറ്റേർണൽ എനർജി ഉണ്ടാവും. ഈ റിയാക്റ്റൻ ഇത് ചേഞ്ച് ചെയ്തിട്ട് ഒരു പുതിയ ആൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു ന്യൂ ഇൻറ്റേർണൽ എനർജി ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇൻറ്റേർണൽ എനർജീൻ്റെ ചേഞ്ച് പറയാം? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു യു പ്രോഡക്റ്റ് മൈനസ് യൂറിയ. ഈ ഡെൽറ്റ എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ ഷേപ്പിലിടുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്നാലും പറയാം ഡെൽറ്റ. ഇതിൻ്റെ അർത്ഥം എന്താ? ആ ചേഞ്ച് അല്ലേ. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു U2 മൈനസ് U1 ആൻഡ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റൻ. ഇത്രയും മനസ്സിലായല്ലോ? ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇൻറ്റേർണൽ എനർജീൻ്റെ കേസിൽ. അടുത്തത് ഞാൻ പറഞ്ഞു ഇൻറ്റേർണൽ എനർജി ഐ ക്യാൻ ബ്രിങ് ദ ചേഞ്ച് ആൻഡ് ഐ ക്യാൻ ഡിറ്റർമിൻ ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഹൗ ഐ ക്യാൻ ചേഞ്ച് ദ ഇൻറ്റേർണൽ എനർജി? ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം? തെർമോഡൈനാമിക്കലി ദ ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ 3 ways. ബൈ ചേഞ്ചിങ് ദ ഹീറ്റ്, അതായത് വി ക്യാൻ ചേഞ്ച് ദ ഇൻറ്റേർണൽ എനർജി ബൈ ഗിവിങ് ഓർ ടേക്കിംഗ് ഓഫ് ഹീറ്റ് ഫ്രം ദ സിസ്റ്റം. സിസ്റ്റത്തിന് ഹീറ്റ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ സിസ്റ്റത്തിന് ഹീറ്റ് എടുത്തിട്ടോ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കൊണ്ടുവരാം. സെക്കൻഡ് കേസ് ബൈ ഡൂയിങ് വർക്ക്. വർക്ക് ക്യാൻ ബി ഡൺ ടു ദ സിസ്റ്റം ഓർ വർക്ക് ക്യാൻ ബി ഡൺ ബൈ ദ സിസ്റ്റം. നേരത്തെ ഹീറ്റ് ക്യാൻ ബി ഗിവൺ ബൈ ദ സിസ്റ്റം ഓർ ടു ദി സിസ്റ്റം, രണ്ടും. അതേപോലെ തന്നെ വർക്ക് സിസ്റ്റത്തിൽ വർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ സിസ്റ്റത്തിന് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ മുകളിൽ നമുക്കൊരു വർക്ക് കൊടുത്തിട്ട് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെയാണ്? മാറ്ററിൻ്റെ ട്രാൻസ്ഫർ ഓഫ് matter. അപ്പോൾ internal energy of a system can be changed thermodynamically in 3 ways. One is by changing the heat of the system. That is, either we can give the heat to the system or we can take the heat from the system. സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് എടുക്കാം. എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. സെക്കൻഡ് കേസ് എന്ന് ഒന്നുകിൽ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റേർണൽ എനർജി ചെയ്യാം. അതായത് ഒന്നുകിൽ സിസ്റ്റത്തിന് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ മുകളിൽ നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ മാറ്റർ ചേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുക, ഹൗ ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ഡൂയിങ് എ വർക്ക്. നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് നമ്മൾ അവിടെ ഹീറ്റ് ഒന്നും കൊടുക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക? വി ആർ ഗോയിങ് ടു ചേഞ്ച് ദ ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം ബൈ ഡൂയിങ് സം വർക്ക്. എന്താണ് വർക്ക്? ഫിസിക്സിൽ നിറച്ച് പഠിച്ചത് എന്താണ് വർക്ക്. ഇപ്പം നമ്മളൊക്കെ വീട്ടിലിപ്പോൾ അമ്മ പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും പണിക്കൊക്കെ വിളിച്ചാൽ പറയും, ഇങ്ങനെ എത്ര നേരമായി പഠിക്കുന്നു, എത്ര പണിയെടുത്ത്, ഇനി എനിക്ക് വൈകിയ അടുക്കളയിലേക്ക് വരാൻ. യൂഷ്വലി അങ്ങനെ പറയാറുണ്ടല്ലോ, ഞാനൊക്കെ അങ്ങനെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഫിസിക്സിൽ അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ നിങ്ങളിങ്ങനെ പഠിച്ചു എന്ന് പറയുന്നത് ഒരു വർക്കാണോ? അല്ല. വർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരു വർക്ക് ഡൺ ചെയ്ത് പറയുക, എ വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ വെൻ ദി point of application of work is moved in the direction of the force. അതായത് നമ്മൾ ഒരു സാധനത്തിന് നമ്മളൊരു മൂവ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഒരു വർക്ക് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ഫോഴ്സിൻ്റെ ആ ഡയറക്ഷനിൽ മൂവ് ചെയ്താലാണ് നമ്മൾ എന്ത് പറയുക, ദ വർക്ക് ഈസ് സെറ്റ് ടു ബി. അപ്പം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുക, ഹൗ വി ആർ ഗോയിങ് ടു ചേഞ്ച് ദ ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം ബൈ ഡൂയിങ് സം വർക്ക്. ഞാൻ ഒരു സിസ്റ്റം എടുക്കുകയാണ്, എ എന്ന് പറഞ്ഞ സിസ്റ്റം, ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ തേർമലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു തേർമൽ ഫ്ലാസ്കിൻ്റെ ഉള്ളിലാണ് എൻ്റെ സിസ്റ്റം കിടക്കുന്നത്. ആ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഫ്ലാസ്കിൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ട്. വെൻ ഐ എം കൺസിഡറിങ് ഐ ഹാവ് ടേക്കൺ സം വാട്ടർ ഇൻ ദിസ്. ഒരു വാട്ടർ ഞാൻ തെർമലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലാസ്കിൽ, തെർമോ ഫ്ലാസ്കിലാണ് ക്യാരി ഔട്ട് ചെയ്യാൻ പോകുന്നത്. ആ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരെന്താണ്? നമുക്കറിയാം, ഇറ്റ്സ് കോൾഡ് എസ് ഐസൊലേറ്റഡ് സിസ്റ്റം. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അതിന് വേറൊരു പേരും കൂടെ ഉണ്ടല്ലോ, ദ ഹീറ്റ് ക്യാൻ നൈദർ ബി ഗിവൺ ഓർ heat can neither be transferred.
അങ്ങനെയുള്ള ഇതിൽ നിന്ന് ഒരു ട്രാൻസ്ഫർ പുറത്തേക്കൂല അകത്തേക്കൂല ഇങ്ങനെയുള്ള സിസ്റ്റത്തിനെ നമ്മൾ പറയും അഡിയബാറ്റിക് സിസ്റ്റം. ഓർമ്മയുണ്ടല്ലോ, അഡിയബാറ്റിക് സിസ്റ്റം. അതായത് ഹീറ്റിനെ ഉള്ളിലേക്കും കടത്തി വിടാൻ പറ്റില്ല, ഉള്ളിൽ നിന്നുള്ള ഹീറ്റ് പുറത്തേക്കും വരാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സിസ്റ്റത്തിനെ നമ്മൾ പറയും അഡിയബാറ്റിക് സിസ്റ്റം. ആൻഡ് ദി പ്രോസസ് വിച്ച് ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഈ പറയുന്ന പോയിന്റ്സ്, ദ പ്രോസസ് വിച്ച് ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദിസ് ടൈം. അതായത് ഇങ്ങനെ ഒരു തെർമലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സിനെ നമ്മൾ പറയും അഡിയബാറ്റിക് പ്രോസസ്. ബിക്കോസ് ഹീറ്റ് ഇസ് നൈദർ, നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ടേക്ക് പ്ലേസ്. അതായത് നൈദർ ടു ദി സറൗണ്ടിങ് നോട്ട് ടു ദി സിസ്റ്റത്തിലേക്കും ഇല്ല സറൗണ്ടിങ്ങിലേക്കും ഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നമ്മൾ കൊടുക്കണില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കിടക്കുന്നുണ്ട്. ഇതൊരു അഡിയബാറ്റിക് സിസ്റ്റമാണ്. ഇനി ഞാൻ ഇവിടെ എന്ത് വർക്കാണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഐ ക്യാൻ ഡു 2 ടൈപ്സ് ഓഫ് വർക്ക്. ഇവിടെ 2 ടൈപ്പ് ഓഫ് വർക്ക് എനിക്ക്, ഞാൻ എന്തിനാണ് വർക്ക് ചെയ്യണത്, ഐ എം ഗോയിങ് ടു ചേഞ്ച് ദ ഇന്റേണൽ എനർജി. എനിക്കിവിടെ 2 ടൈപ്പ് ഓഫ് വർക്ക് ചെയ്യാം. വൺ വർക്ക് ഐ എം ഗോയിങ് ടു ഡു ഇസ് മെക്കാനിക്കൽ വർക്ക്. എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്, മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഉള്ളിലൊരു വർക്ക് ചെയ്യാൻ പോവുകയാണ്. ഐ എം ഗിവിങ് ദ വർക്ക് ടു ദ സിസ്റ്റം ആണ്. സിസ്റ്റം അല്ല എനിക്ക് വർക്ക് ചെയ്തത്, ഞാനാണ് സിസ്റ്റത്തിന് വർക്ക് കൊടുക്കുന്നത്. ഞാനിവിടെ എന്ത് വെച്ചു, 2 പാഡൽ വെച്ചു. പാഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കറങ്ങുന്ന ഒരു സാധനം ഇങ്ങനെ തിരിക്കും, സൈക്കിളിനൊക്കെ ഉള്ള പോലത്തെ ഈ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഐ എം കീപ്പിംഗ് 2 പാഡൽസ് ഹിയർ. എന്നിട്ട് ഞാൻ എന്താക്കി, ഇതിനിങ്ങനെ കറക്കും. അപ്പോൾ ഇത് കറങ്ങണ സമയത്ത് നമുക്ക് എന്ത് പറ്റും, മോളിക്യൂൾസിൻ്റെ എന്ത് എനർജി കൂടും, കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, ടെമ്പറേച്ചർ കൂടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഐ എം ഡൂയിങ് എ മെക്കാനിക്കൽ വർക്ക് ബൈ ഇൻക്രീസിങ് ദി എനർജി ബൈ 100 കിലോ ജൂൾ. അപ്പോൾ ഈ സിസ്റ്റത്തിന് ഒരു 5 കിലോ ജൂൾ ആണെന്ന് വിചാരിക്കുക അതിൻ്റെ കയ്യിലുള്ള എനർജി. ഐ എം ഗിവിങ് എ 100 കിലോ ജൂൾ ഓഫ് വർക്ക്. ഞാൻ ഇതിനൊരു 100 കിലോ ജൂൾ വർക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ എനർജി കൂട്ടി, ടെമ്പറേച്ചർ കൂട്ടി. നൗ ദ ന്യൂ എന്തായിരിക്കും, 105 കിലോ ജൂൾ ആണ് ഇപ്പോൾ ഇതിൻ്റെ കയ്യിലുള്ള വർക്ക്. അപ്രോക്സിമേറ്റോ ഞാൻ ഏകദേശം പറയാണ്. സോ ഐ എം ജസ്റ്റ് ഇൻക്രീസിങ്, I am changing the internal energy of this system by doing a mechanical work and I am getting a new system. ഇപ്പോൾ നമുക്ക് കിട്ടിയ സിസ്റ്റം എന്താ, ഒരു ന്യൂ സിസ്റ്റം. ഇൻറ്റേർണൽ എനർജി U1ഉം ഇപ്പം എന്താ ഇൻറ്റേർണൽ എനർജി U2 ഉള്ളൊരു ന്യൂ സിസ്റ്റം കിട്ടി. നൗ ഐ ഹാവ് ചേഞ്ച് ദി ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം. ക്ലിയർ ആയല്ലോ. ഇനി ഒരു വർക്കും കൂടെ എനിക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ ഇതേ സിസ്റ്റം, സെയിം സിസ്റ്റം, 5 കിലോ ജൂളുള്ള U1 ഇൻറ്റേർണൽ എനർജി ഉള്ള ഒരു സിസ്റ്റത്തിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ പാഡൽ ഐ എം ഗോയിങ് ടു ഡു ആൻ ഇലക്ട്രിക്കൽ വർക്ക്. ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവാ, ഇതിൻ്റെ ഇൻറ്റേർണൽ എനർജി മാറ്റാൻ ഇലക്ട്രിക്കൽ വർക്ക് കൊടുത്തിട്ട്, ഇലക്ട്രിക്കൽ വർക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഒരു മെറ്റൽ ഡിപ്പ് ചെയ്തിട്ട് അതിനൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ എന്തായി, ഇലക്ട്രിക്കൽ എനർജി അതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്ത് വീണ്ടും എന്തായി, അതിൻ്റെ ടെമ്പറേച്ചർ മാറി. എന്ത് പറ്റി, ടെമ്പറേച്ചർ അവിടെയും ഞാൻ കൊടുക്കുന്നത് 100 കിലോ ജൂൾ വർക്കാണ്. അപ്പം ഞാൻ ഇലക്ട്രിക്കൽ വർക്ക് കൊടുത്തിട്ട് നൗ ഐ ആം ഗെറ്റിംഗ് എന്തായി, ഫൈനലി ഇപ്പം എനിക്ക് 105 കിലോ ജൂൾ ഉള്ളൊരു ന്യൂ സിസ്റ്റം കിട്ടി U2. രണ്ടിടത്തും ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്തു. എത്ര ചേഞ്ച് ചെയ്തു, 105 ഉള്ളത് 105 ആയി. രണ്ടെണ്ണത്തിൻ്റെ ഫൈനൽ ടെമ്പറേച്ചർ ഇസ് 105 കിലോ ജൂൾ. ഫൈനൽ ടെമ്പറേച്ചർ അല്ല, ഫൈനൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. അതായത് ആദ്യം 5 ഉള്ളത് ഇപ്പോൾ 105 ആയി, ഇവിടെയും 5 ഉള്ളത് 105. One I have done by mechanical work and second one is I have done by ഇലക്ട്രിക്കൽ വർക്ക്. ഇവിടെ രണ്ടെണ്ണത്തിലും ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്തു. അപ്പോഴും ഇൻറ്റേർണൽ എനർജിൻ്റെ ചേഞ്ച് എങ്ങനെയാണ്, ഡെൽറ്റ U is equal to U2 minus U1. ഇവിടെ ഏത് ഇൻറ്റേർണൽ എനർജിയാണ് കൂടുതൽ, ഏത് ഇൻറ്റേർണൽ എനർജിയാണ് കൂടുതൽ, അതായത് ഇനീഷ്യൽ ആണോ ഫൈനൽ ആണോ കൂടുതൽ, ഫൈനൽ അല്ലേ. ഫൈനൽ ഇൻറ്റേർണൽ എനർജി ഈസ് ഗ്രേറ്റർ ദാൻ ഇനീഷ്യൽ ഇൻറ്റേർണൽ എനർജി. ഇവിടെ ഞാനാണോ വർക്ക് ചെയ്തത് അല്ലെങ്കിൽ സിസ്റ്റം ആണോ വർക്ക് ചെയ്തത്, സിസ്റ്റം അല്ലല്ലോ വർക്ക് ചെയ്തത്, ഞാൻ സിസ്റ്റത്തിൻ്റെ മുകളിലല്ലേ വർക്ക് ചെയ്തത്, സിസ്റ്റത്തിൻ്റെ മുകളിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എന്താവും, ഇൻറ്റേർണൽ എനർജി, ഫൈനൽ ഇൻറ്റേർണൽ എനർജി വിൽ ബി increased. That is system work is done on the system. Work is done on the system. Work സിസ്റ്റത്തിൻ്റെ മുകളിലാണ് ചെയ്തതെങ്കിൽ ഫൈനൽ ഇൻറ്റേർണൽ എനർജി ആയിരിക്കും കൂടുതൽ കമ്പയർ ടു ഇനീഷ്യൽ ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ഡെൽറ്റ U പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, കാരണം U2 കൂടുതലാണ് U1 കുറവാണ്. അപ്പോൾ ഡെൽറ്റ U എന്താ, പോസിറ്റീവ്. ഇപ്പം നമ്മൾ ഒരു പോയിന്റ് അവിടുന്ന് ഡിറൈവ് ചെയ്തു. ദാറ്റ് ഈസ് ഇഫ് വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ഡെൽറ്റ U വാല്യൂ വിൽ ഓൾവേസ് ബി പോസിറ്റീവ്. വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം. അപ്പം നേരെ തിരിച്ചു പറഞ്ഞു നോക്കൂ,
When work is done by the system, then delta U1 will mean U1 will be greater than U2. Work is done by the system. അതായത് U1 എനർജി ഉള്ള നല്ലൊരാൾ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അയാളെ എനർജി അങ്ങ് കുറയത്തില്ലേ? അപ്പോൾ U2 കുറയുമല്ലോ. അപ്പോൾ ആരാ കൂടുതൽ ഉണ്ടാവുക? U1. So work is done by the system, then delta U will be negative. അപ്പോൾ ഇവിടുന്ന് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി? How you can change the internal energy of a system by doing a work. Internal energy of a system can be increased or changed by doing work in two ways. Either by doing a mechanical work or second one by doing an electrical work. Mechanical work in experiment പറയാം, electrical work in experiment പറയാം. എന്നിട്ട് നിങ്ങൾ പറയും, if work is done on the system, then U2 will be that the final internal energy will be greater than that of the internal energy. Therefore, delta U will be positive. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. Explain with an example. If work is done on the system, delta U value will be positive. ഇത്രയും കാര്യം എഴുതിയാൽ മനസ്സിലായി. നിങ്ങൾ 100ഉം 5 ഒന്നും പറയണ്ട, നിങ്ങൾ സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ക്ലിയർ ആണോ? ഇനി അടുത്ത എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? നമുക്ക് ഇന്റേണൽ എനർജി ഒന്ന് വർക്ക് ചെയ്തിട്ട് കൂട്ടാം. സെക്കൻഡ് 3 കേസസിൽ നമുക്ക് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒന്ന് വർക്ക് ചെയ്തിട്ട്, ഒന്ന് എന്താണ് ഹീറ്റ് കൊടുത്തിട്ട് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ നിങ്ങളൊരു ഹീറ്റും, കാരണം ഇതൊരു അഡിയബാറ്റിക് പ്രോസസ്സാണ്. ഇവിടെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഇവിടെ നമ്മൾ എന്ത് വർക്കാണ് കൊടുത്തത്? അഡിയബാറ്റിക് പ്രോസസ്സാണ്. ആൻഡ് ദ വർക്ക് ഇസ് കോൾഡ് ആസ് അഡിയബാറ്റിക് വർക്ക്. കാരണം ഇവിടെ നമ്മൾ ഒരു ഹീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തില്ല, ഓൺലി ബൈ വർക്ക്. സോ ദ adiabatic work is directly proportional to the change in internal energy. നമ്മൾ ചെയ്ത adiabatic വർക്ക് കൊണ്ട് ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് വന്നു. സോ WAD എന്ന് നമ്മൾ സബ്സ്ക്രിപ്റ്റ് എഴുതുന്നത് അഡിയബാറ്റിക്. ഇത് ടെക്സ്റ്റിൽ കാണും, അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ എടുത്ത് പറഞ്ഞത്. അപ്പം ഈ ടെക്സ്റ്റ് വായിക്കും ഇതെന്താ WAD എന്ന് അയക്കേണ്ട. ദാറ്റ് ഈസ് വർക്ക്. അഡിയബാറ്റിക് വർക്ക് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. കാരണം നമ്മൾ ചെയ്തത് അഡിയബാറ്റിക് വർക്കാണ് അവിടെ. എന്തുകൊണ്ടാണ്? നമ്മൾ ഹീറ്റിന് കൊടുക്കും വാങ്ങും ഒന്നും ചെയ്തില്ല. വി ഹാവ് ഡൺ ഓൺലി ദി മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ വർക്ക് ടു ഇൻക്രീസ് ഇറ്റ്സ് ടെമ്പറേച്ചർ, അതിൻ്റെ എനർജി കൂട്ടിയത്. ക്ലിയർ ആയോ? അപ്പോൾ ഇനി സെക്കൻഡ് വൺ, ഹൗ വി ആർ ഗോയിങ് ടു ചേഞ്ച് ദ ഇന്റേണൽ എനർജി ബൈ യൂസിങ് ഹീറ്റ്. ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എനർജി അല്ല, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എനർജി which is exchanged between system and surrounding when there is a temperature difference. ഹീറ്റ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. എപ്പോഴാണ്? അതായത് സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുന്നൊരു എനർജിയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. വി ക്യാൻ സേ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് എനർജി. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ്, എക്സ്ചേഞ്ച് ഓഫ് എനർജി വിച്ച് ഇസ് ആസ് എ റിസൾട്ട് ഓഫ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് ടെമ്പറേച്ചർ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പം അവിടെ നടക്കുന്ന ഒരു എക്സ്ചേഞ്ച് ഓഫ് എനർജി, ആ എനർജിയാണ് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്നത്. ഹീറ്റും ടെമ്പറേച്ചറും രണ്ടും രണ്ടാണ് കേട്ടോ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാലും ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എനർജി വിച്ച് ഈസ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് വെൻ ദർ ഈസ് എ ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുമ്പം അവിടെ നടക്കുന്ന എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു എനർജിയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. ഹീറ്റ് ഈസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ Q. ഓരോ ടേമും ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ഞാൻ WAD എന്ന് പറഞ്ഞത് W അഡിയബാറ്റിക് ആണ്. ഡെൽറ്റ U എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാണ്. U എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജിയാണ്. ഓരോ ടേമും തെർമോഡൈനാമിക്സ് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Q എന്ന് പറയുന്നത് representation for heat ആണ്. യൂഷ്വലി ഹീറ്റ് ഇസ് മെഷേർഡ് ഇൻ കാലോറീസ് ആൻഡ് ഇൻ SI യൂണിറ്റ് ഇറ്റ് ഇസ് മെഷേർഡ് ഓർ ഇറ്റ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ജൂൾസ്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇന്റേണൽ എനർജീനെ ഹീറ്റ് വെച്ചിട്ട് എന്നുള്ളതാണ് നിങ്ങളുടേത് അല്ലേ. ഇതേപോലെ ഒരു ബീക്കർ ഞാൻ എടുത്തിട്ടുണ്ട്. നേരത്തെ തെർമലി ഇൻസുലേറ്റഡ് ആണ്, ഇപ്പം ഇനി തെർമലി ഇൻസുലേറ്റഡ് ആവില്ല, കാരണം തെർമലി ആക്റ്റീവ് ആയിട്ടുള്ളൊരു വാൾ വേണം. ബിക്കോസ് ഹീറ്റ് ക്യാൻ എക്സ്ചേഞ്ച്, ഹീറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ ഒരു വെള്ളം, വാട്ടർ ഉണ്ട് ഇതിൽ കേട്ടോ, വെള്ളത്തിന് U1 പറഞ്ഞ ഒരു ഇൻറ്റേർണൽ എനർജിയുള്ള ഒരു വെള്ളത്തിന് ആൻഡ് കീപ്പിംഗ് ഇന്നെ തെർമലി ആക്റ്റീവ് ആയിട്ടുള്ളൊരു വാൾ, അതായത് അതിന് ഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. ഇന്നെ ഹോട്ട് കോപ്പർ റിസർവോയർ, നല്ല ഹോട്ടായിട്ടുള്ളൊരു കോപ്പർ റിസർവോയറിൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ വേറെ പറഞ്ഞില്ല. നിങ്ങളുടെ കയ്യിൽ ചൂടായിട്ടുള്ളൊരു വെള്ളമുണ്ട്. നിങ്ങൾ വെള്ളത്തിന് തണുത്ത വെള്ളത്തിൽ കൊണ്ടുവയ്ക്കും. പെട്ടെന്ന് നമുക്ക് ചൂടുവെള്ളം കുടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നേരെ കൊണ്ട് തണുത്ത വെള്ളത്തിൽ വെക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഗ്ലാസ്സിലെ വെള്ളം തണുത്തിട്ടും ഉണ്ടാവും, ഈ ഗ്ലാസ് വെച്ച വെള്ളത്തിന് ഒരു സ്ലൈറ്റ് ചൂടും ഉണ്ടാവും. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും ആ വെച്ച ഗ്ലാസ്സിൽ ആ ഒരു നമ്മൾ ഏതിലാണോ നമ്മൾ പെട്ടെന്ന് കൂളാവാൻ വേണ്ടി വെച്ച ആ വെള്ളം ഉണ്ടല്ലോ, അതിന് സ്ലൈറ്റ് ടെമ്പറേച്ചർ, ഒരു ചെറിയ ചൂടുണ്ടാവും. അവിടെ എന്താ നടന്നത്?
ദ ഹീറ്റ് എനർജി ഇസ് എക്സ്ചേഞ്ചിലെ ഒരു രണ്ട് ടെമ്പറേച്ചർ, ഒരാൾ ചൂടും ഒരാൾ തണുപ്പുള്ള അവസ്ഥയിൽ ദ ടെമ്പറേച്ചർ, അവിടെ ടെമ്പറേച്ചറിൽ ചേഞ്ച് ആകുമ്പോൾ അവിടെ ഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ U1 ഇൻറ്റേർണൽ എനർജി ഉള്ളൊരു സിസ്റ്റം ഒരു നോർമൽ ടെമ്പറേച്ചർ ഉള്ള ഒരു വെള്ളത്തിനെ നമ്മൾ നല്ല ചൂടായിട്ടുള്ള ഒരു റിസർവോയറിൽ വെച്ച് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഇവിടുന്ന് ടെമ്പറേച്ചർ ഇതിലേക്കുള്ള ടെമ്പറേച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ എന്താവും? ടെമ്പറേച്ചർ കൂടും അല്ലേ? ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടിയിട്ട് ദ ന്യൂ ഇൻറ്റേർണൽ എനർജി വിൽ ബി U2. ഈ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള ഇൻറ്റേർണൽ എനർജി മാറി. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്താ? ഡെൽറ്റ U is equal to U2 minus U1. ഇവിടെ എനർജിയാണ് അല്ലേ? ഹീറ്റ് എനർജി. ആരാണ് ഇവിടെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തത്? ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് എനർജി ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം. ഇതാണ് നമ്മുടെ സിസ്റ്റം. ഈ സിസ്റ്റമാണ് എനർജി അബ്സോർബ് ചെയ്തത്. എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പുതിയ ഉണ്ടാവുന്ന സിസ്റ്റത്തിൻ്റെ എനർജി കൂടും. അപ്പോൾ U2 വിൽ ബി ഗ്രേറ്റർ ദാൻ U1. സോ ഡെൽറ്റ U വിൽ ബി പോസിറ്റീവ്. അപ്പോൾ ഒരു അടുത്തൊരു ടേമും കൂടെ കിട്ടില്ല. ഇഫ് എനർജി ഈസ് absorbed by the system, absorbed by the system, absorbed by the system, then final internal energy will be greater than the internal energy of the initial and delta U will be positive. ഇനി നേരെ തിരിച്ച് ചിന്തിക്കാം. തണുത്ത ഒരു കണ്ടെയ്നറിനുള്ളിൽ നമ്മൾ നല്ല ചൂടായിട്ടുള്ളൊരു വെള്ളം വെക്കുക. അപ്പോൾ അതിന് നല്ല ടെമ്പറേച്ചർ ഉണ്ടാവും, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടുതലാണ്. എന്ത് പറ്റും? ദ എനർജി വിൽ ബി ട്രാൻസ്ഫേർഡ്. ആ തണുത്തതിലേക്ക് പോയിട്ട് ദ ഇൻറ്റേർണൽ എനർജി കുറയും. അപ്പോൾ ഇവിടെ എന്ത് പറ്റും? U2 വിൽ ബി ലെസ് ദാൻ U1. കാരണം നല്ല ടെമ്പറേച്ചറിലുള്ള ആരെ ടെമ്പറേച്ചർ കുറഞ്ഞു. ദാറ്റ് മീൻസ് എനർജി കുറഞ്ഞു. സോ ഡെൽറ്റ U വിൽ ബി നെഗറ്റീവ്. എന്താണ് ഇവിടെ ചെയ്ത്? എനർജി ഇസ് അബ്സോർബ്ഡിന് പകരം എന്താ? ഇറ്റ് വാസ് റിലീസ്ഡ്. ഇഫ് എനർജി ഈസ് റിലീസ്ഡ് ബൈ ദ സിസ്റ്റം, എനർജി ഈസ് റിലീസ്ഡ് ബൈ ദ സിസ്റ്റം, then delta U is negative. അപ്പോൾ നമുക്ക് 2-3 പോയിന്റ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ കിട്ടി? when work is done on the system, delta U is positive. work is done by the system, delta U is negative. if energy is absorbed by the system, delta U is positive. when energy is released by the system, then delta U is negative. ഇതൊക്കെ വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റൻ. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി. ഇൻറ്റേർണൽ എനർജി മാറ്ററിൻ്റെ നമ്മൾ പറയുന്നില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് മാറ്റർ ആഡ് ചെയ്യുമ്പോൾ. So we have discussed how the internal energy of a system can be changed. There are 3 methods: by changing the temperature, by giving heat or taking heat from there, or by doing some work, or by the exchange of matter. In that we have discussed about 2 things, that is by doing work, and second one is by changing heat. That is doing work. We can do the work by 2 ways, that is mechanical work and electrical work. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ. ഇങ്ങനെ തന്നെയാണ് 2021 നമ്മുടെ ഫോക്കസ് ഏരിയയിൽ തന്നത്. എന്താണ്? internal energy as a state function. internal energy as a state function. നമുക്കറിയാം എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, എന്താണ് പാത്ത് ഫംഗ്ഷൻ, എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഒരൊറ്റ മിനിറ്റ്, ഇത് നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഏതറിയോ? നമ്മൾ സെക്കൻഡ് കേസ് പല്ലത്ത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, അവിടെ ഹീറ്റാണ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞല്ലോ. എന്താണ്? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് അല്ലേ? അപ്പം ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി വിൽ ബി ഈക്വൽ ടു Q അല്ലേ? അവിടെ ഇൻറ്റേർണൽ എനർജി നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് ഉണ്ടായിരുന്നല്ലോ. നമ്മളെങ്ങനെ ഹീറ്റിന്, അതായത് തെർമലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ വെച്ചപ്പോൾ അവിടെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്തു. തെർമലി ഇൻസുലേറ്റഡ് നമ്മൾ ഒരു നോർമൽ, അതായത് കോപ്പറിൻ്റെ ഉള്ളിൽ വെച്ചപ്പം അവിടെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് വന്നു. എങ്ങനെ? ബൈ ദി ട്രാൻസ്ഫർ ഓഫ് ഹീറ്റാണ്. അപ്പോൾ എന്തായി? ഡെൽറ്റ U ഇസ് ഈക്വൽ ടു Q. നേരത്തെ ഫസ്റ്റ് കേസിൽ നമുക്ക് ഡെൽറ്റ U ഇസ് ഈക്വൽ ടു WAD ആയിരുന്നു. WAD എന്ന് പറഞ്ഞാൽ adiabatic വർക്കാണ്. സെക്കൻഡ് കേസിൽ ഡെൽറ്റ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഇസ് ബ്രോട്ട് ബൈ ദി ചേഞ്ച് ഇൻ ഹീറ്റ് അല്ലേ? ഹീറ്റ് ടെമ്പറേച്ചറിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിൽ. ഇനി അടുത്ത് ഞാൻ വല്ല 2021 ഫോക്കസ് ഏരിയയിൽ ഉണ്ടായത് ഇത് എന്തായാലും ഒഴിവാക്കില്ല. ഇൻറ്റേർണൽ എനർജി ആസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ? സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ. സ്റ്റേറ്റിലെ എ ഫംഗ്ഷൻ ഓർ ദ വേരിയബിൾ വിച്ച് ഡിപ്പെൻഡ്സ് only upon the initial and final state of the system, which does not depend upon the path through which it has attained. അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇനീഷ്യൽ എന്താ, ഫൈനൽ എന്താ എത്തിയോ. ഞാൻ അതിനൊക്കെ എക്സാമ്പിൾ ഫസ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇന്റേണൽ എനർജി ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ജസ്റ്റിഫൈ, ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ. ജസ്റ്റിഫൈ ഇന്റേണൽ എനർജി ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, നമ്മൾ നേരത്തെ പഠിച്ചതന്നെ.
അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതേണ്ട പോയിന്റ്, വാട്ട് ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ? ഇറ്റ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ഇസ് ദ ഫംഗ്ഷൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ഇന്റേണൽ എനർജി ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ വിച്ച് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ യൂസിങ് എൻ എക്സാമ്പിൾ. എന്താണ് എക്സാമ്പിൾ? വി ആർ ടേക്കിംഗ് എ വാട്ടർ ഇൻസൈഡ് എ container. Okay, it is a thermally insulated container. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പ്രോസസ്സ് തന്നെയാണ് പറയുന്നത്. And it is having an internal energy of U1 with a temperature TA. Okay, which is having a temperature of TA. We are doing a mechanical work on the system by using a paddle, and now the temperature of the system has increased from TA to TB, and the internal energy is also changed. Okay, change ചെയ്തു TA by TBA, and the change in temperature is given by TB minus TA. Okay ആണല്ലോ. ഇനി the same system, the energy or the temperature can be changed by using by immersing a rod. നമ്മളൊരു റോഡിനെ ഇമേഴ്സ് ചെയ്തിട്ട് we can increase the temperature of the system. Okay, initially the temperature was TA and the internal energy was U1. Then finally we are getting U2 and TB. Temperature of the system is increased, that is TB is greater than TA. In both the cases, internal energy is changed. Both the case, internal energy is changed, which depends only upon the initial and final state of the system, which does not depend upon the path through which it is attained. From this experiment, it is clear that internal energy is a state function, not a path function. എന്തുകൊണ്ടാ മനസ്സിലായില്ലേ? അതായത് രണ്ട് കേസിലും എനർജി ചേഞ്ച് വന്നു. ഒന്നിൽ ഞാൻ മെക്കാനിക്കൽ വർക്കാണ് ചെയ്തത്, ഒന്നിൽ ഞാൻ ഇലക്ട്രിക്കൽ വർക്കാണ് ചെയ്തത്. എനർജി മാറിയോ? മാറി. അല്ലാതെ ഇതിൽ ഇത്ര എനർജി മാറിയത് എങ്ങനെ മാറി എന്നുള്ള ക്വസ്റ്റ്യൻ ഇല്ല. എനർജി മാറി. രണ്ടെണ്ണത്തിലും U1 എന്നുള്ളത് U2 ആയി. ഒന്നിൽ ഞാൻ മെക്കാനിക്കൽ വർക്കാണ് ചെയ്തത്, ഒന്നിൽ ഞാൻ ഇലക്ട്രിക്കൽ വർക്കാണ് ചെയ്തത്. അവിടെ ഏത് വഴി കൂടെ നിങ്ങൾ ഇന്റേണൽ എനർജി ചെയ്തോ എന്നുള്ളതല്ല, ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം ചേഞ്ച്. അപ്പോൾ എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പാത്ത്. ഏത് പാത്തിലൂടെ നിങ്ങൾ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്തതിന് ഈ ഫോർമുലയിൽ, നമ്മൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയിൽ ഈ ഫോർമുലയിൽ എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾ മെക്കാനിക്കലിലൂടെയാണോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കൊണ്ടുവന്നത്? നോ, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഉണ്ട്. എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളത് അവിടെ ഫാക്ടർ ഇല്ല. ഫൈനലിനും ഇനീഷ്യലും എടുത്തപ്പോൾ അവിടെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി path through which it has attained. അപ്പം ഇവിടെ നമ്മൾ രണ്ട് കേസിലും, ഒരു കേസിൽ U1 ആയത് U2 ആക്കി. എങ്ങനെ? മെക്കാനിക്കൽ വർക്ക് കൊടുത്തിട്ട്. സെക്കൻഡ് കേസിൽ സെയിം സിസ്റ്റത്തിന് തന്നെ U1 എന്ന് പറഞ്ഞ സിസ്റ്റത്തിന് U2 ആക്കി. എങ്ങനെ? ഇലക്ട്രിക്കൽ വർക്ക്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്താ? U2 മൈനസ് U1. ടെമ്പറേച്ചറിൽ TB ആയി മാറി. ബട്ട് എന്തുണ്ട് അവിടെ? നമ്മൾ എങ്ങനെയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദി സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി path through which it is attained. So internal energy is a state function. Clear ആയോ? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, 2 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചപ്പോഴാണ്, തെർമോഡൈനാമിക്സിൽ കുറേ ലോസ് ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് തെർമോഡൈനാമിക്കിലെ ഫസ്റ്റിലും ഏറ്റവും സിമ്പിളായിട്ടുള്ള ലോ, തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിറൈവ് ചെയ്യുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇന്റേണൽ എനർജി of an isolated system remains constant. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഇന്റേണൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് ഒരു ചേഞ്ചും വരാത്ത, അതായത് ആരും അതിൻ്റെ മുകളിലേക്ക് വന്നിട്ട് വർക്ക് ചെയ്യുന്നയോ ഹീറ്റ് ചെയ്യുന്ന ഒന്നുമില്ല. ദ ഇന്റേണൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. സിസ്റ്റത്തിൻ്റെ, അതായത് ഐസൊലേറ്റ് ആയ സിസ്റ്റത്തിൻ്റെ ഇന്റേണൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി വേറെ ഇതേ ലോനെ തന്നെ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ലെസണിൽ ഇതേപോലത്തെ ഒരു ലോ പഠിച്ചിട്ടുണ്ട്, കൺസർവേഷൻ ഓഫ് എനർജി കേട്ടോ. മാസിലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇവിടെ എന്താ പറയുന്നത്? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഇറ്റ് ക്യാൻ ബി transferred from one form to another. അത് വേണ്ട, നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി സ്റ്റേറ്റ്സ് ദാറ്റ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. എനർജീനെ നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാനോ
എന്തും പറ്റത്തില്ല, ഡെസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. പക്ഷെ നമുക്ക് എന്താ പറ്റും, വി ക്യാൻ ട്രാൻസ്ഫർ. ഹീറ്റിന് നമുക്ക് മെക്കാനിക്കൽ വർക്കിനെ ഇലക്ട്രിക്കലാക്കാൻ പറ്റും, ഇലക്ട്രിക്കലിനെ മെക്കാനിക്കലാക്കാൻ പറ്റും. അങ്ങനെ ട്രാൻസ്ഫർ ഓഫ് എനർജി, ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതാണ് ഇന്റേണൽ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ദാറ്റ് ഈസ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. പിന്നെ നമ്മൾ ഇതിനൊരു ഡെറിവേഷൻ വേണമല്ലോ. ഈ ഒരു സിസ്റ്റം U1 എന്ന് പറഞ്ഞ സിസ്റ്റമാണ്, ഈ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി U1 ആണ്. ഐ എം ഡൂയിങ് എ വർക്ക് ഓൺ ദ സിസ്റ്റം. വർക്ക് ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ വർക്ക് ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ +W. ഐ എം ഗിവിങ് ഹീറ്റ് ടു ദ സിസ്റ്റം. ഒരു ഐസൊലേറ്റഡ് ആയ സിസ്റ്റം ആയിരുന്നു, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി U1 ആയിരുന്നു. പക്ഷെ ഞാൻ അതിൽ ഒരു വർക്കും ചെയ്യുകയാണ് സിസ്റ്റത്തിൻ്റെ മുകളിൽ, അതിന് എനർജിയും കൊടുക്കുകയാണെങ്കിൽ U2, അതായത് ഫൈനൽ, അതായത് രണ്ടാമത്, ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു U1 എന്ന് പറഞ്ഞൊരു സിസ്റ്റം ആയിരുന്നു, അതിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പം പുതിയൊരു സിസ്റ്റം ഉണ്ട് U2. അപ്പം അതിൻ്റെ എനർജി എന്തായിരിക്കും, ആദ്യമുള്ള ഇൻറ്റേർണൽ എനർജി അല്ലേ U1 പ്ലസ് ഇപ്പം ഞാനൊരു ഹീറ്റ് കൊടുത്തപ്പം അതുണ്ട്, പിന്നെ ഞാനൊരു വർക്കും ചെയ്തപ്പം അതുമുണ്ട്. അപ്പോൾ ടോട്ടൽ എനർജി മാറി, ആദ്യമുള്ള ഇൻറ്റേർണൽ എനർജി, പിന്നെ ഞാൻ ഹീറ്റ് കൊടുത്തപ്പോൾ എനർജി, വർക്ക് കൊടുത്തപ്പോൾ എനർജി. ദെൻ U2 മൈനസ് U1 ഇസ് ഈക്വൽ ടു Q പ്ലസ് W, ഓർ Q2 മൈനസ് U1 എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ U ഇസ് ഈക്വൽ ടു Q പ്ലസ് W. ദിസ് ഇസ് ദ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ക്ലിയർ ആയോ എന്താണ് ഫസ്റ്റ് ലോ? ഒരു സിസ്റ്റം ഐസൊലേറ്റഡ് ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ എനർജിയിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി U1 ആയിരിക്കും. ഇനി ഞാൻ ആ സിസ്റ്റത്തിൻ്റെ മുകളിൽ ഒരു വർക്ക് കൊടുക്കുകയാണ്, എനർജി അതായത് ഹീറ്റ് എനർജി കൊടുക്കുകയാണെങ്കിൽ അത് സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി മാറി. അപ്പോൾ അതേതാ U2 ആവും. U2 എന്ന് പറഞ്ഞത് എന്തൊക്കെ ഉണ്ടാവും, U1 എന്ന് പറഞ്ഞ ഇൻറ്റേർണൽ എനർജിയും Q എന്ന് പറഞ്ഞതും W എന്ന് പറഞ്ഞതും. U2 മൈനസ് U1 ഇസ് ഇക്വൽ ടു Q പ്ലസ് W, ഡെൽറ്റ U ഇസ് ഇക്വൽ ടു Q പ്ലസ് W. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 2021 ഫോക്കസ് ഏരിയയിലുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ തന്നെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്തത് പഠിക്കുന്നതായിരിക്കും. നന്നായി പഠിക്കുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. നമ്മൾ മാത്രം പഠിച്ച് A+ വാങ്ങിയാൽ പറ്റില്ല, ഫ്രണ്ട്സിനും കിട്ടട്ടെ ഫുൾ മാർക്കും, എല്ലാവർക്കും നന്നായി മനസ്സിലാവട്ടെ. ഡൗട്ട്സൊക്കെ കമൻസിൽ ഇട്ടോളൂ. ഇനി ഡൗട്ട്സ് കമൻസിലിടാൻ പറ്റാത്തവർ, അതായത് വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ളവർക്ക് easychemistryclass@gmail.com അയക്കാം. ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് മെജോറിറ്റി ക്വസ്റ്റ്യൻസിനൊക്കെ. അപ്പോൾ ഓക്കെ, താങ്ക് യു.